ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. നാണമില്ലേ സജിനാനൂറെ നിനക്ക്? രേണുസുതി എന്ന സ്ത്രീയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ആ സ്ത്രീയെ നിന്റെ തെമ്മാടിത്തരങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ ഉപയോഗിച്ചതിൽ ഒരിത്തിരിയെങ്കിലും നാണം ഉണ്ടോ നിനക്ക് എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. സജിനാനൂറെ, വീണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു, തന്തയുണ്ടോ നിനക്ക്? രേണുസുതി എന്ന വ്യക്തി, അവരെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആളുകളും വിമർശിച്ചിട്ടുണ്ടായിരിക്കും, വീട്ടിലിരുന്നെങ്കിലും ഇല്ലേ? പക്ഷെ ഇപ്പോഴത്തെ അവരുടെ ആ അവസ്ഥ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലും അവരുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത്, പറ്റുമെങ്കിൽ എല്ലാവരും അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക, അവർക്ക് കുറച്ച് പൈസ കിട്ടട്ടെ, അവർക്ക് ഈ ആവശ്യങ്ങളുണ്ട്, മനസ്സിലായോ? അവരെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്, തെറ്റുകൾ കണ്ടപ്പോൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അവരെ വിമർശിക്കും? അവരിനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പറ്റില്ല, മനസ്സിലായോ? അത്രയ്ക്കും വലിയൊരു അസുഖത്തിൽ പിടിപെട്ടിരിക്കുകയാണ് അവർ. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നീ ഒരു ഇൻ്റർവ്യൂ നിന്റെ ഫിറോസ് ഖാൻ്റെയും റസൂൽ പൂക്കുറ്റിയുടെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അവിടെ രേണുവിനെ പിടിച്ചിടേണ്ട കാര്യം എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടു കാണും ഈ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിയുന്നുണ്ട് എന്താണ് ഈ റസൂൽ പൂക്കുറ്റി, ഫിറോസ് ഖാൻ, സജിനയുടെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ. അവിഹിതത്തിൻ്റെ കരഘോഷമാണ്. അത്ര ഡീസൻറ്റ് മോളൊന്നും അല്ല സജിന എന്ന് സജിന എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിന്നെ ഒരു പരിധിയിൽ കൂടുതലൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ തന്നെ പല വോയിസുകൾ പുറത്തിറങ്ങി കഴിഞ്ഞു. നീ തന്നെ പറയുന്ന പല കാര്യങ്ങൾ, എൻ്റെ പൊന്നു മോളെ, കോടികളൊക്കെയാണ് അവൾക്ക് വേണ്ടത് വല്ലവൻ്റെയും കൂടെ പോയിട്ട്. നാണമുണ്ടോ നിനക്ക്? അല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കഴിഞ്ഞ ദിവസത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കത്തെ ഒരു ഇൻ്റർവ്യൂ, അതിൽ ഇവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അവിടെ രേണുവിനെ വലിച്ചിട്ടത് കുറച്ച് മുമ്പാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടുടനെ തന്നെ റിയാക്ട് ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം രണ്ട് വർത്താനം ഈ സാധനത്തിന് ഞാൻ ഇതുവരെയായിട്ടും ഇവരുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തപ്പോൾ ഒരു പരിധി കൂടുതൽ, പരിധി വിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സജിന മോളെ, നീ തന്നെ ചോദിച്ചു മേടിക്കുന്നതാണ്, മനസ്സിലായോ? ഇത് കാരണം പറയണം നിന്നെ 10, അല്ലാതെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. നീ ഈ നാട്ടിലെ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകൾക്ക് അപമാനം തന്നെയാണ്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ പറ. അപമാനം തന്നെയാണ്. 1 2 അവിഹിതമാണെങ്കിൽ പോട്ടെ, ഇത് 1 2 3 4 എന്തോന്നാ ഇത്? ഇവള് തന്നെ എന്നിട്ട് ഇവളുടെ തന്നെ വോയിസ് പുറത്തു വന്നു, എന്നിട്ട് പിന്നെ ഒരു നാണോ മാനോ ഇല്ലാതെ പിന്നെ ഇരുന്ന് ന്യായീകരിക്കുക. അതിന് രേണുവിനെ പിടിച്ചിട്ടേക്കുന്നു. നിങ്ങളിതൊന്ന് കേട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കയറിപ്പോകുന്നത് ദുബായി കയറിപ്പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊളാവെന്ന് പറഞ്ഞിട്ട്, ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എനിക്ക് ഈ ലോകം അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ വിദേശത്ത്, എനിക്ക് ഫ്ലൈറ്റ് ഇരുന്നിട്ടില്ല ഞാൻ ഇന്ന് വരെ. ബാറിലോട്ടാണോ കൊണ്ടുപോകുന്നത്? അല്ല, പറയട്ടെ, ഞാൻ ആദ്യം ഒറ്റ കാര്യം, വിദേശത്തൊന്നും പോയിട്ടില്ല, ഒന്നും അറിയാൻ പാടില്ല. രേണുസുതിയെ പോലെ മോളെ, നീ രേണുവിനെ ഇവിടെ പിടിച്ചിടാൻ നിനക്ക് ഒരു റൈറ്റും ഇല്ല. ഒന്നാമത്തെ കാര്യം. അതിനുള്ള എക്സാമ്പിൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് വന്നു കഴിഞ്ഞടി നിന്റെ തനിക്കുണം എന്താന്ന്. രേണുവിനെ പല തരത്തിൽ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും രേണുവിൻ്റെ അവിഹിതങ്ങൾ ഒന്നും നമ്മളാരും കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. അവരവിടെ പോയതിൽ ദുബായിൽ ബാറിൽ പോയതിനൊക്കെ പല കഥകളും കേൾക്കുന്നുണ്ട്. ഇപ്പോഴല്ല, പണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, എനിക്ക് അതിനോട് പോകാൻ താല്പര്യമില്ല. പക്ഷേ ഇവിടെ ഈ സജിന പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടെ വിശദീകരിക്കണമെങ്കിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം പറയുന്നതേ ഉള്ളേ, അല്ലെങ്കിൽ എനിക്കിത് പറയാൻ താല്പര്യമില്ല. സജിന ഒറ്റ ഡയലോഗ്, എനിക്ക് രേണുവിനെ വെച്ചുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള ഒറ്റ ഡയലോഗ്. നീ കാണിച്ച അത്രയും പരിപാടികൾ, പ്രത്യേകിച്ച് ഈ അവിഹിത കേസും ഈ കണ്ടവൻ്റെ കൂടെ പോയി കിടന്നിട്ട് പിന്നെ 3 കോടി ചോദിക്കുന്ന കേസൊന്നും എന്തായാലും രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല. അതിൻ്റെ അല്ലെങ്കിൽ ആ തരത്തിൽ രേണുവിനെ ഇതുവരെയായിട്ടും ആരും വിമർശിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ആരോടെങ്കിലും പണം ചോദിച്ചിട്ട് കൊച്ചിനെ വേണ്ട, ഞാൻ ബാക്കി പറയുന്നില്ല, പറയാൻ പാടില്ല, കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ രേണു ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിൽ വയ്യ. മോളെ, നീ ഈ പിടിച്ചിട്ടതുണ്ടല്ലോ, നീ കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർവ്യൂവിൽ രേണുവിനെ പിടിച്ചിട്ടത്, ബാറിലൊക്കെ അവർ പോയിട്ടുണ്ട്. നീ എന്തിനാ ബാറിൽ പോകുന്നത്? നീ ബാറിൽ പോകണ്ട, നീ ബ്യൂട്ടി പാർലറിൽ പോയാൽ മതി. അവിടെയും പീഡനമായിരിക്കും. അവിടെയും കണ്ടവൻ്റെ കൂടെ പോയിട്ട് വയറും വീർപ്പിച്ചിട്ട് അവൻ്റെ 3 കോടി ചോദിക്കാൻ നടക്കും.
അതല്ലേ നീ. അപ്പം നീ കൂടുതൽ കഥ പറയരുത്, ബാക്കി കേൾക്കാം. കുഞ്ഞു കുഞ്ഞു ബാറിൽ പോയി ഗസ്റ്റായിട്ട്, മലയാളി ബാറിൽ പോയി ഗസ്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഗസ്റ്റ് ആകുമ്പോൾ ഒരു 500 ദർഹം കിട്ടും. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ 500 ദർഹം കിട്ടുമല്ലോ. ഈ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി പറയും 500 ദർഹം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയും പൈസ തരത്തില്ല. അത് ഭൂലോക ആരെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ പുള്ളിക്കാരിയിൽ ഞാൻ പോയി എത്തുന്നതും റോഷിനി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയിൽ എത്തിയിട്ട് ഞാൻ അതിൻ്റെ കാര്യം പറയാൻ കാരണം പുള്ളിക്കാരിയും ഇതിനകത്തൊരു ഘടകമുണ്ട്. ഫിറോസ് ഖാനുമായിട്ട് വേറൊരു സാധനം ഞാൻ പൊക്കിയിട്ടുണ്ടത്. ഫിറോസ് ഖാനുമായിട്ട് പലരുടെയും പലത് ചേച്ചി പൊക്കിയിട്ടുണ്ട്. നല്ല കാര്യം ചേച്ചി, നല്ല കാര്യം. അല്ല, ചേച്ചിയുടെ പലതും ഇപ്പൊ പൊക്കി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ കൂട്ടുകാരികൾ തന്നെ പറയുന്നുണ്ടല്ലോ, കൂട്ടുകാരികൾ തന്നെ 1 2 3 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ എണ്ണി പറയുന്നുണ്ടല്ലോ. എന്തിന്? ഫിറോസ് ഖാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ ഉൾപ്പെടെ, നമ്മുടെ മറ്റേ ഒരു ഡയറക്ടറിന്റെ പേര് ഉൾപ്പെടെ എത്രയോ ചില വീഡിയോകൾ, ചില ആളുകളുമായിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഫിറോസ് ഖാനെ വേണ്ടാന്നും പറഞ്ഞ് എഗ്രിമെന്റ് എഴുതി ഒപ്പിടുന്ന പല പരിപാടികൾ. എത്ര പേരാ അപ്പോ? നീ ആരാ അപ്പോ? നീ ഫിറോസ് ഖാനെ പറയാനും രേണു ബാറിപ്പോയിരുന്ന കഥകാർ, നീ ആരാ? അതിനൊക്കെ നിനക്ക് എന്ത് റൈറ്റാ ഉള്ളത്? 1 2 ഇപ്പോഴും ഞാൻ പറയുന്നു, 1 2 ആണെങ്കിൽ പോട്ടെ, എണ്ണമില്ലാതെ പോവല്ലേ നിന്റെ അവിഹിതം. നാണമുണ്ടോ സജിന നൂറെ നിനക്ക് മോളെ? നാണം? അല്ല, നിന്നെ പോലെ കുറേ ഉണ്ട് സ്ത്രീകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അതിനൊക്കെ എന്താണെന്നറിയോ, ഈ ഒരു ടൈപ്പ് ഓഫ് മറ്റേ മൂത്തിരിക്കുന്നതുകൊണ്ടാ. 1 2 അല്ലെങ്കിൽ കെട്ടിയോനിലോ വേറൊരു കാമുകനിലോ ഒന്നും ഒതുങ്ങത്തില്ല, പിന്നെയും ചാടി പോകും. അങ്ങനെയുള്ള കുറേ ചേച്ചിമാരുണ്ട്. അതിനകത്ത് പറ്റിയൊരു ഐറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിനെ കണ്ടിട്ട്. ബാക്കി കേൾക്കാം. അങ്ങനെ പുള്ളിക്കാരിയായിട്ട് അവിടെ ഞാൻ പോന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പോക്ക് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഉള്ള കുറച്ച് നല്ല മനുഷ്യർ ആ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് പറയുന്നു, അയ്യോ ഇവളെ ഇങ്ങനെ ആ കൊച്ചു അബദ്ധവശാത്തിൽ വന്ന് വീണേന്ന് തോന്നുന്നു. കാരണം എന്നെ കാണുമ്പം ഞാൻ ശരിക്കും ഇതിനുള്ള വാർക്കിന് വേണ്ടി വന്ന ആളല്ല എന്നുള്ളത് കാണുമ്പോൾ അറിയാം. എനിക്ക് ഈ ലോകപരിചയമൊന്നും ഇല്ല എന്നുള്ളത് അറിയാം. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇവള് ബിസിനസ് ചെയ്യുവാണ്, എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് എന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് താരമായതുകൊണ്ട് എന്നെ കിട്ടും എന്നുള്ള രീതി. ഇത് ഞാൻ അറിയുന്നത് പോലും ഇല്ല. പൊട്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഷോപ്പ് വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇതാണ് എനിക്ക് അറിഞ്ഞൂടാ. പോയി അവിടെ ഇരിക്കുക, വരുക, ഒന്നുമില്ല. നമ്മൾ നല്ല ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യണ്ട, അവിടെ പോയി ഇരുന്നാൽ മതി. മോളെ, നീ നല്ല ഡ്രസ്സിൽ പോയി ഇരുന്നാലും മതി, വന്നോളും അല്ലേ? അല്ലെങ്കിൽ നീ പിടിച്ച് കയറ്റിക്കോളും. അല്ല, കൂടുതൽ നീ കിടന്ന് മറ്റേ ഡീസൻറ്റ് മോള് കളിക്കാതെ കേട്ടോ. കൂടുതൽ ദുബായിൽ അയ്യോ എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ ഇച്ചിച്ചിച്ചിച്ച് വാവ, ഒന്നും അറിയാത്തവൾ. ഈ ഒന്നും അറിയാത്തവളുടെയാണ് പണ്ടത്തെ കുറേ വോയിസും ആ റസൂൽ പൂക്കുറ്റിയോട് 3 കോലി ചോദിക്കുന്നതും എന്തൊക്കെയാ. കഴിഞ്ഞ ദിവസം ദിയാസിനെ ഒരെണ്ണം പുറത്തു വിട്ടല്ലോ. നീ റസൂൽ പൂക്കുറ്റിയുടെ കൂടെ ഇരുന്നോണ്ടുണ്ടാക്കുന്നത്. ഇതുപോലെ എന്തോരം കാണും സജന നൂറെ നിന്റെ? എന്തോരം കാണും? അല്ല, അതിനൊക്കെ ആര് മറുപടി പറയും? അയ്യോ അതൊക്കെ ചുമ്മാ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ. ഞാൻ റസൂൽ പൂക്കുറ്റിക്കെതിരെയോ ഫിറോസ് ഖാനെതിരെയോ ഇറക്കുന്ന സാധനങ്ങൾ മാത്രം ഒറിജിനല്. അവരിറക്കുന്നതൊക്കെ ചുമ്മാ ആ മൂടല്ലേ. അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി, ഇങ്ങോട്ട് ഇറക്കണ്ട. മടിക്കുത്തിന് താഴെ അവിടെ വെച്ചാൽ മതി. ഇങ്ങോട്ട് ഇറക്കിയിട്ട് കാര്യമില്ല മോളെ. ഒന്നാമത് നിന്റെ അവിഹിതം 1 2 3 4 ഇങ്ങനെ കരക്കമ്പിയായി എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീ വന്നിട്ട് നിന്റെ ഈ വിശദീകരണവും എൻ്റെ പൊന്നും കുഞ്ഞേ, ഒന്നും അറിയാത്ത വാവ ദുബായിൽ നല്ല ഡ്രസ്സിലേ പോയിരിക്കത്തുള്ളെന്ന്. എവിടെയായിരുന്നു? സ്പായിലായിരുന്നാ? ആയിരുന്നാ? അവർ എല്ലായിടത്തും പോയി ചിലവരൊക്കെ മറ്റേ വൈനൊക്കെ മേടിച്ചുകൊണ്ട് വരും. നമ്മളവിടെ നമുക്കൊരു കോക്ടെയിൽ പോലെ മറ്റേ ഈ ജ്യൂസ് പോലത്തെ ഒരു സാധനം നമ്മളെ കൊണ്ട് വെക്കും. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റേ മന്ദബുദ്ധികളെ പോലെ അവിടെ ഇരുന്ന് ഇവരും എൻ്റെ കൂടെ കാണും. ഞാനിരുന്ന് ഓക്കെ, ഇതാണ് എൻ്റെ അവിടുത്തെ ഇത്. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിങ്ങനെ അതാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരിയെ വിളിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ, അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സുകൾ പറഞ്ഞു, ഈ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അവളൊരു പൊട്ടിപ്പെണ്ണ, ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഇവളെ കൈവിട്ട് പോകും. അതായത് ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ലേ എന്നെ കൊണ്ടുപോകാം. ഈ ഇല്ലീഗലായിട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ ചെല്ലുമ്പം കുറെ കൊണ്ടുപോയെന്നല്ലേ പറയുന്നത്. ഒരു സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ അത് ഇല്ലീഗലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആരാണെങ്കിലും അങ്ങ് പോവും. അയ്യോ പൊട്ടിയാണല്ലോ അല്ലേ, ഉള്ളുള്ള വാവ പൊട്ടിയ, ഒന്നും അറിയാൻ പാടില്ലെന്നേ. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇല്ലീഗലായിട്ടുള്ള അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൊട്ടി, ഒന്നും അറിയാൻ പാടില്ല, ആരൊക്കെയോ ഒന്ന് നോക്കുന്നു. എത്രയാ? 50 ആണോ? അല്ലല്ല 100. അതും പറഞ്ഞ് അവിടെ ഇരുന്നു. അടുത്ത സ്ഥലത്ത് പോയി അവിടെയും ചെന്നിരുന്നിട്ട് ഇല്ല 100 അല്ല 150 ഇങ്ങനെ പറഞ്ഞിരുന്നു. വീണ്ടും 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 ഇങ്ങനെ സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയോ. എന്നിട്ട് കൊണ്ടുപോയറോ കുഴപ്പമല്ലേ? ചാടിക്കയറി പോയതിനൊന്നും ഒരു കുഴപ്പമില്ല, അവിടെ പോയി ഇരുന്നതിനും കുഴപ്പമില്ല. ആരോടാ ഈ പറയുന്ന ഈ കഥയൊക്കെ? ആ ഇന്റർവ്യൂവർ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, പുള്ളിയുടെ മനസ്സ് വേറെ ആയിരിക്കും, പിന്നെ പറയുന്നില്ലെന്നേ ഉണ്ടായിരിക്കത്തുള്ളൂ. പിടി കിട്ടിയോ? ജനങ്ങൾ അങ്ങനല്ല, പറയും.
എല്ലാവരും പറയണം കേട്ടോ പ്രിയപ്പെട്ടവരെ, ഒരാൾ പോലും പറയാതെ പോകരുത്, നമുക്ക് ബാക്കി കേൾക്കാം. ഇവർ 3 പേർക്കൊണ്ട് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത്, ലഹരി മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇവർ നമുക്ക് നാളെ ലീഗലായിട്ട് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്, ചുമ്മാതെ വായ്ത്തു വന്ന് വിളിച്ചു പറയുകയല്ല. ഇവരൊക്കെ ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി കൊണ്ടുനടന്ന സജനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളെ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് പറഞ്ഞു, ആ ലേഡിയുമായിട്ട് സജന പോകുന്നു. കേട്ടല്ലോ നിങ്ങൾ, ഫിറോസ് ഖാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു വെച്ചതാ, ലക്ഷ്മി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ദുബായ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ പിടിക്കുന്നു, പിന്നെ വേറെ ലഹരി അതിലേക്കൊക്കെ പോകുന്നു. അതാണ് കഴിഞ്ഞ ദിവസം ദിയാസന പറഞ്ഞത്. ദിയാസനയാണോ വേറൊരു വ്യക്തിയും കൂടെ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ, മറ്റേ അയ്യോ ഞാൻ അവരുടെ പേര് ആൻമറിയോ ആരോ പറയുന്നുണ്ടായിരുന്നു, ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചിക്ക്, മറ്റേ ഇങ്ങനെ വലിച്ചു കയറ്റുന്ന സാധനമേ ഇങ്ങനെ കണ്ടല്ലേ ആ സാധനം, ഏതൊരു സാധനം അതില്ലാതെ, മറ്റേ MOH തുടങ്ങുന്ന സാധനം, അതില്ലാതെ പറ്റത്തില്ലെന്ന് ചേച്ചിക്ക്. ദുബായ് പോയി പിടിച്ചതാ, അതില്ലാതെ നടക്കത്തില്ല, ഫുള്ള് ചാർജായിട്ട് നടക്കണം ചേച്ചിക്ക്, മനസ്സിലായോ? എന്നിട്ട് വന്നിരുന്ന് കഥ പറയും, അയ്യോ ഇള്ള കുഞ്ഞ് എനിക്കൊന്നും അറിയാൻ പാടില്ല, എന്നെ ഒരിടത്ത് കൊണ്ടുപോയി, അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി. ഫിറോസ് ഖാൻ്റെ തെളിവ് വരെയുണ്ട്. വോയിസ് ക്ലിപ്പുകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കൂടെ ഉള്ളവർ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് സജന ചേച്ചി. നാറും ഇങ്ങനെ വന്നിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നാറും ഇന്നല്ലെങ്കിൽ നാളെ. അതൊന്ന് മനസ്സിലാക്കിക്കോ. പെട്ടെന്ന് ഫിറോസ് ഖാനെ റസൂൽ പൂക്കുറ്റിയൊക്കെ വിളിച്ച് അയ്യോ എനിക്കൊന്നും വേണ്ടായേ ഞാൻ പോയേക്കാമേ എന്നും പറഞ്ഞ് വിടുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. ഇല്ലെങ്കിൽ മൊത്തത്തിൽ അടുപടല 3G ആവുമോ എന്നുള്ളൊരു സംശയം എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട്. ബാക്കി കാണാം. അപ്പം നേരെ തിരിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നതാണെങ്കിൽ പ്രതികരിച്ചിട്ടുമുണ്ട്, ഞാൻ പ്രതികരിക്കും. പക്ഷെ അങ്ങനത്തെ എന്നെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ദൈവ സത്യം ഇനി പറയും ഞാൻ അങ്ങനെ പോയി പേഴ്സൺ പറയും. എൻ്റെ മക്കൾ സത്യം, എൻ്റെ മോൾ സത്യം ഒരിക്കലും ഒരുത്തന്നെ എന്നെ തൊടാനോ വൃത്തിയുടെ രീതിയിലൊന്നും വന്നില്ല. പക്ഷെ ആ സിറ്റുവേഷനിലോട്ട് ആയി വരുമായിരുന്നു, എന്നെ വെച്ചിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അവിടെ. ചേച്ചിയെ വെച്ച് ബിസിനസ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്കൊക്കെ ആയി വരുമായിരുന്നല്ലേ? ആ ഒരു രീതി വരെ എത്തിക്കുന്ന ആ മൊമെന്റ് വരെ ചേച്ചി നിന്നു കൊടുത്തല്ലേ? ആരും തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ, ആരും എന്നെ തൊട്ടിട്ടൊന്നുമില്ല, എല്ലാവരെയും പിടിച്ച് സത്യമൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ ആ മൊമെന്റ് വരെ എത്തണ്ട അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അല്ല ആരെങ്കിലും ഇനിയും ട്രാപ്പ് ചെയ്തതാണെങ്കിൽ ആദ്യമേ തന്നെ പെടലിക്കടിയും കൊടുത്ത് പോരായിരുന്നല്ലോ ഇല്ലേ? നിങ്ങൾക്ക് അവിടെ സുഹൃത്തുക്കൾ ആരൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്, വിളിച്ചു പറഞ്ഞിട്ട് സ്കൂട്ടാവായിരുന്നല്ലോ. അപ്പം കിട്ടിയാൽ ഊട്ടി, ഇല്ലേ ചട്ടി, ആ മൂടിയായിരുന്നല്ലേ? ആ മൂടി അല്ലായിരുന്നാ? മനസ്സിലാവുന്നുണ്ട്, ബാക്കി കേൾക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓടി, ഇതറിഞ്ഞ് പുള്ളിക്കാരിയുടെ പൈസ എടുത്ത് പുള്ളിക്കാരി അവിടെ ഓടിയെത്തി എന്നെ. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എനിക്ക് അവരെയും കൂടി ഇപ്പോൾ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കും കേട്ടാ. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പിഴച്ചവളായിട്ട് ജീവിച്ചേനെ. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പം എനിക്കറിയത്തില്ല, എൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം അറിയാൻ വയ്യാത്ത ലോകത്ത് പോയി എന്താ പെട്ടുപോകുന്ന സംഭവങ്ങളാണ് ചില പെണ്ണുങ്ങൾ പോയി പെട്ടുപോകുന്നതെന്ന് പറയുന്നത്. എനിക്ക് പെട്ടുപോയനെ ഞാൻ. അവിടുന്ന് എന്നെ ഈ പുള്ളിക്കാരി വന്നിട്ട് ഈ പുള്ളിക്കാരി വിളിച്ച് പുള്ളിക്കാരുടെ അടുത്ത് റസൂൽക്കാരത്തൊക്കെ വിളിച്ച് പറയുന്നു, ഇവരെല്ലാവരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുവരുന്നത്. റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയാണ് ഇവിടുന്ന് കൊണ്ടുവരുന്നത്. എനിക്ക് ആ സമയത്ത് അയാളുമായിട്ട് അഫെയർ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ദുബായി പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ ഒരു അഫെയറിൽ ഞാൻ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ, ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുരുകിൽ പോയി വീഴേണ്ട ആവശ്യമില്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ. അപ്പോൾ അവിടുന്ന് ആളെ വിളിച്ച് റസൂൽ പൂക്കുറ്റിയോട് പറയായിരുന്നു, അല്ല ഇതുപോലെ ദുബായിലൊക്കെ പെട്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അപ്പം ഈ രക്ഷപ്പെടുത്തുന്ന ആൾക്കാർ അപ്പം തന്നെ റസൂൽ പൂക്കുറ്റിയെ വിളിച്ചാണോ പറയുന്നത്? എന്നിട്ട് പൂക്കുറ്റി സെറ്റ് ചെയ്യുമോ എല്ലാം? അല്ല അങ്ങനെയാണോ? സജനാനൂർ കയ്യിൽ നിന്ന് നിങ്ങളുടെ പോകുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കൂടുതൽ ഇതിനകത്ത് മറ്റേ ചൊരണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല വൃത്തിക്ക് മൊത്തത്തിൽ പോയി. നിങ്ങൾ അവിടെ പോയത് എന്തിനാണെങ്കിലും മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അതിനകത്തൊരു വശപ്പശക്ക് തോന്നിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ അവിടുന്ന് സ്കൂട്ടാകാമായിരുന്നു. കാരണം നിങ്ങൾക്ക് അവിടെ സുഹൃത്തുക്കളുണ്ടെന്ന് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അതൊന്നും ചെയ്തില്ല. അവിടുന്ന് വേറെ ആരോ റസൂൽ പൂക്കുറ്റിയെ വിളിച്ചു, എന്നിട്ട് റസൂൽ പൂക്കുറ്റി വഴി നേരെ റസൂൽ പൂക്കുറ്റിയുടെ ബംഗ്ലാവിലേക്ക് എത്തുന്നു. അവിടെ കൊടുക്കാത്ത ടീംസൊക്കെ ഇവിടെ വന്ന ആർക്കൊക്കെയോ എന്തൊക്കെയോ മുട്ടായി മറ്റേ എന്താണ് പറയുന്നത്, കിസ്മസും അണ്ടിപ്പരിപ്പും ഒക്കെ കൊടുത്തിട്ട് വീട്ടിൽ പോയി. അതല്ലേ സംഗതി? അവിടുന്ന് ഇത് കിട്ടുമായിരുന്നു, വേണ്ട. അവിടുന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വേണ്ട. അത് അവിടുന്ന് മറ്റേ കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഇവിടെ റസൂൽ പൂക്കുറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ കൊടുത്തിട്ട് ചേച്ചി വീട്ടിൽ പോയി. വിശദീകരിക്കാത്ത എന്താണെന്നറിയോ? അവിടെ ഇവിടെ തൊട്ടും തൊടാതെയും പോകുക എന്ന് പറയത്തില്ല, ആ രീതി പറഞ്ഞു പോകുന്നത് കൂടുതൽ നാറ്റിക്കാൻ വയ്യാഞ്ഞിട്ട്. എൻ്റെ നാക്ക് നിങ്ങൾക്കത് പ്രശ്നം കാണത്തില്ല. പച്ചയ്ക്ക് പറയാനാണെങ്കിൽ വേറെ പലതും അങ്ങ് പറഞ്ഞിട്ട് പോകേണ്ട പരിപാടിയാണ് ഈ കേൾക്കുന്നതൊക്കെ നിങ്ങൾ പറയുന്നതിനകത്തുനിന്ന്. അല്ലേ? വീഡിയോ കാണുന്ന നിങ്ങൾ പറ, അല്ലേ?
ബാക്കി കേൾക്കാം. അയാളോട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് എന്നെ നേരെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം കൂടെ, കാരണം ഈ സാധനം ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ എന്തിനാണ് ഇവർക്കൊക്കെ വെപ്രാളമായിരുന്നു. അവിടെ നടക്കുന്നവർ എന്നെ പ്ലാൻ ചെയ്ത് വലിയ പ്ലാൻ ചെയ്ത് ഇവളെ അങ്ങനെ കൊണ്ടുവരണം. ഇതിനകത്ത് കാരണം ഇവളെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കുരുക്കിക്കളയും. കുരുക്കാനുള്ള കുറേ കാര്യങ്ങൾ, എൻ്റെ പേരിൽ തന്നെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഇൻഷുറൻസിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയോ ചേർത്ത് വെക്കുന്നു. ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ പൈസ, പിന്നെ ഞാൻ ഇൻഷുറൻസിൻ്റെ പൈസ ഇട്ടിട്ട് എന്നെ അങ്ങ് ജയിലിലാക്കാൻ പറ്റുന്ന എന്തൊക്കെയോ എനിക്കറിയത്തില്ല കേട്ടോ, എന്തൊക്കെയോ രീതിയിൽ എന്നെ പുള്ളിക്കാരിയായിരുന്നു. അവിടുത്തെ ഏറ്റവും നമ്പർ 1 മറ്റേ നമ്മളുടെ ഗോൾഡ് മാഫിയ, അങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് ഇവർ. എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പോയി വീണതെന്നുള്ളത്. ഇതൊന്നും അറിയാതെയാണല്ലേ, ഒന്നും തിരക്കാതെയും ഒന്നും കാണാതെയും പോയി കയറി. അല്ല, ഇവർ പറയുന്ന വെച്ചിട്ട് അവരൊക്കെ ഇവരെ കൊണ്ടുപോയി അവിടെ വെച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പെടുത്തി, മറ്റേതാണ് മറിച്ചേതാണ്. ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ അങ്ങോട്ട് പോയി കയറി കൊടുക്കുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ കല്ലെറിയണ്ടേ? അല്ല, ഞങ്ങൾ ഫസ്റ്റ് നിങ്ങളെ കല്ലെറിയണം. ഇല്ല, കുഞ്ഞൊന്നും ഇല്ലല്ലോ. അല്ലല്ലോ, അത്യാവശ്യം പ്രായമില്ലേ? ഒരു 18, 19, 20, 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, 23 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളാണ് പോയി ചാടുന്നതെങ്കിൽ മനസ്സിലാക്കാം. അത്യാവശ്യം പ്രായമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്? ഇൻഷുറൻസിൻ്റെ എന്തൊക്കെയോ അവരെൻ്റെ പേരിൽ എഴുതി അങ്ങോട്ട് അവരങ്ങനെ എന്ത് ചെയ്തെങ്കിലും നിങ്ങളുടെ ഒരു റിട്ടേൺ, ഒരു ഒപ്പോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത്യാവശ്യം പ്രായമില്ലേ? ഞാനതേ ചോദിക്കുന്നുള്ളൂ. ഈ കഥയെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്തോന്നാ, മറ്റേ മണ്ടന്മാരെ പോലെ ഇരുന്ന് ഇങ്ങനെ കേട്ടിട്ട് ചേച്ചി പറഞ്ഞത് കറക്റ്റാ, ചേച്ചി സൂപ്പറാ, ചേച്ചി ഡിങ്കോൾഫിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? പൊട്ടിയായിരുന്നോ നിങ്ങൾ? അത്രയ്ക്കും പൊട്ടി? അല്ല, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക, എങ്ങോട്ടും പോകണ്ട. വീട്ടിൽ കഥ കടച്ച് വീട്ടിൽ ഇരിക്കുക. മാമുണ്ട് വീട്ടിൽ ഇരുന്നാൽ മതി. റോഡിൻ്റെ വെളിയിലോട്ട് ഇറങ്ങണ്ട. അല്ല, വീടിന് വെളിയിലോട്ട് ഇറങ്ങണ്ട, റോട്ടിലോട്ടൊന്നും ഇറങ്ങണ്ട. മനസ്സിലായോ? ഇനി റോട്ടിലിറങ്ങി ഏതെങ്കിലും ഒരുത്തൻ സൈക്കിളെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ചാടി ആ സൈക്കിളുകാരൻ താഴെ വീണാലും നിങ്ങൾ പറയും ചിലപ്പോൾ ആ സൈക്കിളുകാരൻ എന്നെ കൊണ്ട് ഇടിച്ചാണെന്ന്. കാരണം നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലല്ലോ, ഉള്ളിലുള്ള വാവയല്ലേ. ഞങ്ങളെന്താ പൊട്ടന്മാറാ? ആണോ സദനൂറെ? ബാക്കി കേൾക്കാം നമുക്ക്. സജിനയുടെ കയ്യിൽ ഇവർ ഗോൾഡ് വല്ലതും തിരിച്ചു ഇല്ല, തിരിച്ചു വരുമ്പോൾ ഒരു സാധനം ഇല്ലല്ലോ. എന്നെ ഇവരാണല്ലോ കൊണ്ടുവരുന്നത്. കാരണം ഇവിടുന്ന് ആ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ വേറൊരു ഗ്യാങ്ങിലോട്ട് കൊണ്ടുവന്ന് അവർ വന്നിട്ട് ഈ പുള്ളിക്കാരി എന്നെ വന്നു അവിടെ കുടുങ്ങി എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണോ മനസ്സിലായി? അല്ലല്ല, ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ കുറച്ച് ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഇത് ശരിയാവത്തില്ല, ഇവിടുന്ന് വന്നോ, നീ പെട്ടെന്ന് വന്നോ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ വിളിച്ചിട്ട്, അങ്ങനെയാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് റസൂലൊക്കെ വിളിച്ച് എന്നെ സംസാരിക്കുന്നത്. മോളെ വേറെ ഒന്നും വേണ്ട, ടെൻഷൻ ഒന്നും അടിക്കണം, ഞങ്ങളെല്ലാവരും ഉണ്ട്, നീ പോയി വീണേക്കുന്ന വലിയൊരു സംഭവത്തിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞ് ഇവരെന്നെ പേടിപ്പിക്കുക എല്ലാവരും കൂടെ. ലാസ്റ്റ് ഞാൻ അവിടുന്ന് എനിക്കും എന്തൊക്കെയോ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ പേടിച്ച് ഞാൻ അവിടുന്ന് അവരെല്ലാവരും കൂടെ എന്നെ ചേർത്ത് കയറ്റി, പാവ ആ പിള്ളേരെല്ലാവരും കൂടെ ആയിട്ട് അവിടെ നല്ല കുറേ മനുഷ്യരും കൂടെ ചേർന്നിട്ട് എന്നെ നാട്ടിൽ കൊണ്ടുവരുന്നത്. നാട്ടിൽ കൊണ്ടുവന്നിട്ടാണ് എന്നെ ഇരുന്ന് പറഞ്ഞത്, ഇങ്ങനെയാണ് നിന്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട്, നിന്നെ ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാരെ വെച്ചിട്ട് നിന്നെ ഇങ്ങനെ അടുത്ത നിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കലക്കി തന്നിട്ടോ എന്തെങ്കിലും ചെയ്ത് തന്നിട്ട് നിന്നെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള. ഫിറോസ് അറിഞ്ഞിരുന്നു അല്ലേ? ഫിറോസ് ഖാൻ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അറിഞ്ഞാണോ ബന്ധപ്പെട്ട് പിന്നീട് പുള്ളിയുടെ ഭാഗത്തു നിന്ന് അതേക്കുറിച്ച് വല്ല പരാമർശം ഉണ്ടായി? ഇല്ല, കാരണം വെച്ചാൽ പുള്ളിയായിട്ട് ഞാനുമായിട്ട് സംസാരങ്ങളൊന്നും ഇല്ലല്ലോ. ബാക്കി കേൾപ്പിക്കാമേ. ബാക്കി വേറെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ട് സജ്ന നൂർ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക വീണ്ടും, ഈ റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന വ്യക്തി ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ തമ്മിലുള്ള പല വോയിസ് ക്ലിപ്പുകളും ഇപ്പോൾ പുറത്ത് വന്നു, പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കഥയൊന്നും പുള്ളി പറഞ്ഞായിട്ട് കേൾക്കുന്നില്ല. പുള്ളി എങ്ങനെയെങ്കിലും ഈ സാധനത്തിന് എൻ്റെ തലേന്ന് നിന്ന് കൊണ്ടുപോയേ ആ മൂഡിലാണ് പുള്ളി ഇരിക്കുന്നത്. പുള്ളി അല്ലാതെ നിങ്ങൾ പറയുന്ന കണക്കത്തെ ഈ ഒരു കാര്യത്തിൽ ഒരക്ഷരം അല്ലെങ്കിൽ പുള്ളിയുടെ വോയിസിൽ ഒന്നും, ഇനി അല്ലെങ്കിൽ പുള്ളി നേരിട്ട് വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന കണക്ക് നിങ്ങൾ ദുബായിൽ പെട്ടുപോയപ്പോൾ ആ പാവം കുട്ടിയെ ഞാൻ സഹായിച്ചു കൊണ്ടുവന്നതാ, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കുറച്ച് കൊച്ചെനിക്ക് കൊണ്ട് തന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ കയറ്റി, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് ഉറങ്ങിപ്പോയി എന്ന് പുള്ളി പറയട്ടെ, അപ്പം ഞങ്ങൾ വിശ്വസിക്കാം അല്ലേ? അതല്ലാതെ ചേച്ചിയുടെ ഈ കഥ ആരെങ്കിലും വിശ്വസിക്കണോ? അല്ല, എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ലടേ ഇവരുടെ കയ്യിരിപ്പ് വെച്ചിട്ട്, ഇവരുടെ പറച്ചിൽ കേട്ടിട്ട്. ബാക്കി പ്രൊട്ടക്ഷനും നല്ലൊരു കെയറിങ്, അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിനുവേണ്ടി പൈസ ചെലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം, അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്. പിന്നെ എൻ്റെ മെന്റൽ സപ്പോർട്ടിംഗ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക് ഫ്രണ്ട്സ് ആയി ഞങ്ങൾ. കുറേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും, എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക്, അതായത് ചേട്ടാ ഞാൻ അതിനുശേഷം ഒരു വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു ബാക്കി കേൾപ്പിക്കാം. പുള്ളിക്കാരൻ ചെയ്ത ഹെൽപ്പ് ചേച്ചി, ഇത്ര ഹെൽപ്പ് പുള്ളിക്കാരൻ ചെയ്തിട്ട് പുള്ളി അവിടുന്ന് എന്തോ നിങ്ങൾ മറ്റേ വലിയെന്തോ സാധനത്തിൽ പെട്ട് നിങ്ങളെ ആരൊക്കെയോ കച്ചവടം ചെയ്യാൻ, നിങ്ങളെ പേര് വെച്ച് കച്ചവടം നടത്താൻ പോയ സംഗതി എന്നൊക്കെ പുള്ളി രക്ഷപ്പെടുത്തി നാട്ടിൽ കൊണ്ടുവന്നിട്ട് ആ വ്യക്തിയായിട്ട് പോയി കിടന്നു കൊടുത്ത്
ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളോട് 3 കോടി ചോദിക്കുന്നവരെ ഞങ്ങൾ കേട്ട്. അല്ല ദൈവതുല്യൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഓക്കെ വാട്ടവർ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അറിഞ്ഞോ, നമുക്കതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തിയോട് എന്തിനാ മോളെ ഈ 3 കോടി ചോദിച്ച് നീ നടന്നത്? 3 കോടി തന്നില്ലേ, 3 കോടി തന്നേ, 3 കോടി തന്നേ, പിന്നെ 4 കോടിയൊക്കെ കേൾക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആ കോലി തന്നാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ, എനിക്ക് ജീവിക്കാൻ പൈസ വേണം. നാണമില്ലേ നിനക്കത് പറയാൻ? എനിക്കത് ചോദിക്കാനുള്ളൂ. നീ തന്നെ പറയുന്നുണ്ട് എന്നെ അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരാളാണ്. അങ്ങനെ എസ്കേപ്പ് ചെയ്ത ഒരാൾ പുള്ളിയുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ പുള്ളി ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണെങ്കിൽ ടാറ്റ ബൈ ബൈ കൊടുക്കണം. കാരണം നിന്നെ രക്ഷപ്പെടുത്തിയ ആളല്ലേ. ആ വ്യക്തിയെടുക്ക് പിന്നെയും പോയി ഈ കാശ് ചോദിച്ച് ഭീഷണിപ്പെടുത്തൽ, പുള്ളിയുടെ കുടുംബം, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ മനസ്സിലാവുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. ഒരു പടിക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈ പിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. ഇങ്ങനെ വലിയ മനുഷ്യന്മാരെ നമ്മൾ കൈ പിടിച്ചുയർത്തി എണീപ്പിച്ച വലിയ മനുഷ്യന്മാരെ ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് ഇല്ലാതെ ആക്കണം. നമ്മൾ 3 കോടി ചോദിച്ച് ഭീഷണിപ്പെടുത്തണം. നമ്മൾ അവർക്ക് കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബം അങ്ങോട്ട് തൊലച്ച് കളയണം. ഏത് മനസ്സിലായോ? പുള്ളി സഹായം ചെയ്തെന്ന് ഞാനല്ല പറഞ്ഞത്, ഈ സ്ത്രീ തന്നെയാണ് പറയുന്നത്. കേട്ടില്ലേ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തെന്ന്? പിള്ളേരെ നോക്കി അവിടുന്ന് മറ്റേ എവിടെയോ കുഴി കിടന്നപ്പോഴത്തേക്ക് ദുബായിലെ കുഴിയിൽ നിന്ന് പിടിച്ചതേ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന്, അവിടുന്ന് ചേച്ചി വന്നപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊടുത്ത് കുറെ കാലം അണ്ടിപ്പരിപ്പും മുന്തിരിയും തിന്ന് കൂടെ ഉറങ്ങിക്കിടന്ന്, എന്നിട്ട് 3 കോടി കിട്ടിയേ പറ്റത്തുള്ളൂ, കിട്ടിയാലേ ഞാൻ പോകത്തുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഞാൻ അതെല്ലാം കേട്ടിട്ട് വീണ്ടും ഈ സാധനം എടുക്കാനുള്ള കാരണം എനിക്ക് പട്ടി പുച്ഛം തോന്നുന്നു. ഇതുപോലുള്ള ഇവളോട് എനിക്ക് തോന്നിയിട്ടുണ്ട് കൺഫേം ആയിട്ട് അതിനകത്ത് പുച്ഛമല്ലാതെ വേറെ ഒന്നിനും കൊടുക്കാനില്ല. പക്ഷെ ഇതുപോലെ കുറേ എണ്ണം ഉണ്ട്, കരഞ്ഞു കാണിക്കും. മനസ്സിലായോ? അപ്പോൾ ബാക്കി എല്ലാവരും അങ്ങ് വിശ്വസിക്കും, അയ്യോ പാവം മുത്തുമണി, പാവം ചുന്ദരിമാവ. പക്ഷെ ഇതിൻ്റെയൊക്കെ കയ്യിരിപ്പ് എന്താണെന്ന് ഇതിൻ്റെയൊക്കെ വോയിസ് പുറത്തു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും നമുക്ക് ബാക്കി കേൾക്കാം. പിന്നെ വഴക്കുകളുണ്ടാവാം, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ, ഞാൻ പറഞ്ഞ നേരത്തെ കണക്ക് ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവും. ഈ വോയിസ് ക്ലിപ്പ് അദ്ദേഹത്തിന്റെ ഫാമിലിയെയും പുള്ളിയൊക്കെ ബാധിച്ചില്ലേ? അപ്പം ഈ സംഭവങ്ങൾ വന്നിട്ട് ഈ വോയിസ് റെക്കോർഡൊക്കെ വെളിയിൽ വരാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഞാനത് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ്. അതിനുശേഷം എൻ്റെ ഈ വോയിസ് റെക്കോർഡ് ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് തർക്കങ്ങൾ വരുമ്പോഴും ഞാൻ നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുമ്പം ഇക്കാര്യം വിളിച്ചിട്ട് ഇതാണ്ട അവളിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ എന്ന് പറഞ്ഞ് പുള്ളിയും കൂടെ പറയും. അപ്പം ഞാൻ പറയാം ഇക്ക അങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഡബിൾ ഗെയിം കളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയുടെ അടുത്തൊന്ന് പറയുന്നു, എൻ്റെ അടുത്തൊന്ന് പറയുന്നു. അപ്പം ഞാൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞു, എന്നാൽ ഇതാ ഈ റെക്കോർഡ് നിങ്ങൾ കേൾക്കുന്നു പറഞ്ഞാൽ ഇക്ക ഞാനും ഇക്കാര്യം സംസാരിച്ച റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ഉള്ളത് അത് പുള്ളിക്കാരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഗതി മനസ്സിലായല്ലോ. അല്ല ചേച്ചി, ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള ചില നായ്ക്കളുണ്ട്. അതായത് 2 പേരുടെ റിലേഷൻ്റെ ഇടയ്ക്ക് നിൽക്കും, കൂട്ടുകാരെന്നും പറഞ്ഞിട്ട്, എന്നിട്ട് മറ്റേ മൊത്തത്തിൽ തൊലച്ച് കളയും. അങ്ങനെയുള്ള ചില ഐറ്റങ്ങളുണ്ട്, അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്കും ചിലപ്പോൾ അറിയായിരിക്കും. എന്തിനധികം പറയുന്നു, ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുത്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർന്നു, പിന്നെ ഒന്നുമില്ല. ഇടയ്ക്ക് കിടന്ന് അങ്ങോട്ട് മെഴുകും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. പക്ഷെ ഇവരുടെ കാര്യത്തിൽ എന്തോരം അത് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് ബാക്കി കേൾക്കാം. ശരിക്കും ഈ റസൂലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ ഈ വോയിസ് റെക്കോർഡിംഗ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം എന്നോട് എന്നെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ 3 കോടി കുറിച്ച് അദ്ദേഹം എന്ത് പറഞ്ഞു? ഇത് പുറത്ത് വന്നില്ലേ? ഫിറോസ് പുറത്ത് വിട്ടില്ല. അത് പുള്ളിക്കാരൻ അറിയാലോ, കാരണം തികച്ചും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ സംസാരങ്ങൾ ഇവരെല്ലാം നമ്മളായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ വോയിസ് റെക്കോർഡ് വെളിയിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്താണ് നമ്മൾ ഞാൻ പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ നമ്മളെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള അത് രണ്ടാമതാണ് കൊടുത്തത്. ഭീഷണിപ്പെടുത്തുന്ന ഇപ്പോൾ കൊടുത്തത്, ഈ റീസണിലാണ് കൊടുത്തത്. അതിന് മുന്നേ ഈ പുള്ളിക്കാരൻ നമ്മളിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ഫോട്ടോയുടെ കാര്യം വെച്ചിട്ട് നമ്മളായിട്ട് 2 ഫോട്ടോ ഇങ്ങനെ ലീക്കായി. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് അവിടുന്ന് ഭയങ്കര അലിഗേഷൻ. അത് പിന്നെ സജിനയും റസൂലും കൂടി ഇരിക്കുന്ന പടം. അതെ അത് എൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ലീക്കായ സാധനം. നിന്റെ ലീക്കായതാ? നിന്റെ ലീക്കായി? നേരത്തെ നീ പറഞ്ഞ് പുള്ളിയുടെ ലീക്കായി. മോളെ എന്തോ ഈ നടക്കുന്നത്? നിന്റെ എങ്ങനെയാ ലീക്കാവുന്നത്? നീ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാതെ ലീക്കാവോ? നിന്റെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തുകൊണ്ട് പോയാ? മറ്റേ ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ ദിവസം ഹാക്ക് ചെയ്തതുപോലെ.
എന്തുവാ കൊച്ച ഈ നടക്കുന്നത്? അല്ല, നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഞങ്ങളെല്ലാം കണ്ടതാ. ആ ഫോട്ടോ ഇച്ചിരി വശപ്പശകുള്ള ഫോട്ടോ തന്നെ അല്ലേ? അല്ലേ? എനിക്കങ്ങനെയാ തോന്നുന്നത്. അല്ലാതെ അത്ര മറ്റേ വെടിപ്പായിട്ടുള്ള ഫോട്ടോയൊന്നും അല്ല അത്. അത്ര വെടിപ്പായിട്ടുള്ള ഫോട്ടോ അല്ല, ഇച്ചിരി വശപ്പശകുള്ള ഫോട്ടോ തന്നെയാ. ബാക്കി സെൽഫി എന്റെ ഫോട്ടോ 2 ഫോട്ടോസ് ബാക്കിയുള്ളവർക്കെല്ലാം ഈ അയച്ചു കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതല്ല ഏട്ടാ. ഈ പറഞ്ഞ കണക്ക് ഇവർ 2 പേർക്ക് ഞാൻ അയച്ചു വലിയ കൊടുത്തിട്ടുണ്ട്. വിശ്വാസമുള്ളവർ. കാരണം ഞാൻ ചോദിക്കട്ടെ ഏട്ടാ, ഇത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണോ ഞാൻ ഇട്ട് കൊടുത്തത്? എന്റെ പല്ല് തന്നെ ഞാൻ കുത്തി നാട്ടിക്കും. ഞാനത് സംസാരിക്കുന്ന വാക്കുകൾ ഭയങ്കര അഗ്ലി സംസാരങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഞാൻ ആ വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ കുത്തി നാട്ടിക്കാൻ പോട്ടെ. കുത്തി നാറ്റിക്കാൻ എനിക്ക് മതിയായി, എനിക്കിനിയും കേൾക്കണ്ടായേ. നിങ്ങൾക്ക് കേൾക്കണോ? മതിയായില്ലേ ഈ സാധനത്തിൻ്റെ കള്ളം പറച്ചിലും തള്ളിമറിക്കലും? എൻ്റെ പൊന്നെ, കേസ് കൊടുക്കാൻ പോകുന്നു ഫിറോസ് ഖാനെതിരെ. മോളെ, നിന്നെ ആരാ നാറ്റിക്കുന്നത് ഇവിടെ? നീ തന്നെ ഇൻ്റർവ്യൂ കൊടുത്ത് ഓരോന്ന് പറഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക. അല്ലാതെ നിന്നെ നാറ്റിക്കാൻ ആരുടെ ആവശ്യം ഇല്ല. നീ തന്നെ നാറിക്കൊണ്ടിരിക്കുക. എനിക്കതാ പറയാനുള്ളൂ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. തീർന്നു. നീ മിണ്ടാതെ വായും പൊത്തി വീട്ടിൽ കയറി ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി പിടികിട്ടിയോ? അതാ. അല്ലാതെ യൂട്യൂബിൽ നീ വന്നിരുന്ന് കഥ പറഞ്ഞാലും ഉണ്ടല്ലോ, നിന്റെ ചാനലിലൂടെ കഥ പറഞ്ഞാലും ആൾക്കാർ കല്ലെറിയത്തേ ഉള്ളൂ. കാരണം നിന്റെ വോയിസ് ക്ലിപ്പ് നീ പറയുന്ന പലതും പുറത്ത് വന്നു. പിന്നെ വിട്ടുകള. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. വീട്ടിൽ കയറി ഇരി, അതായിരിക്കും നല്ലത്. അല്ലാതെ ആർക്കും എതിരെ കല്ലെറിയാൻ നീ ഇനി ഇറങ്ങിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് and stay weird.